കാന്ത നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ദുൽഖർ, ഉറപ്പായിട്ട് പാൻ ഇന്ത്യൻ സ്റ്റാർ നമുക്ക് വിളിക്കാം. കാരണം കഴിഞ്ഞ പടം തെലുങ്ക് പടമാണ്, ഇപ്പം ചെയ്യാൻ പോകുന്നത് കാന്ത തമിഴ് സിനിമയാണ്. ഇതിലൊക്കെ നല്ല ഗംഭീരമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത ഐ ആം ഗെയിം എന്ന് പറയുന്ന നമ്മുടെ RDXന്റെ സംവിധായകൻ നഹാസിന്റെ മലയാളം പടമുണ്ട്. അന്നേരം എല്ലാ ഭാഷകളിലും അദ്ദേഹം ഉണ്ട് താനും. എല്ലാ ഭാഷകളിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിക്കുന്നുണ്ട്. എന്തായാലും കാന്തയുടെ ട്രെയിലർ വന്നു, ഒഫീഷ്യൽ ഗംഭീര ട്രെയിലറാണ്. നമുക്ക് വില്ലനാണെന്നൊക്കെ റൂമേഴ്സ്, സ്ട്രോങ് റൂമറുണ്ട് വില്ലനാണെന്നൊക്കെ ഉള്ള. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു ഗംഭീര സിനിമ പ്രതീക്ഷിക്കാം. കാരണം ഇദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലെ ചുപ്പ് എന്ന് പറഞ്ഞ പടം കാണുമ്പോൾ അറിയാം, ഗംഭീര സിനിമയാണ്. അത് സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടിയിട്ടില്ല. പക്ഷെ ചുപ്പ് DQന്റെ ബെസ്റ്റ് പെർഫോമൻസ് വന്നായിരുന്നു. മഹാനദി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ലക്കി ഭാസ്കർ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്നാണ്. എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വരാൻ പോകുന്ന സിനിമ ഉറപ്പിക്കാം ഈ പടമായിരിക്കും, കാന്തയായിരിക്കും. ഇത് കൊമേഴ്ഷ്യലായിട്ടൊക്കെ ചിലപ്പോൾ ഭയങ്കര സക്സസ് ആയിരിക്കും. പക്ഷേ പെർഫോമൻസ് വൈസ് ഗംഭീരമായിരിക്കും. കാരണം ഇതിൻ്റെ സഹനിർമ്മാതാക്കളിൽ ഒരാളാണ് നമ്മുടെ ബാഹുബലിയിലെ വില്ലൻ റാണ ദഗ്വതി പറഞ്ഞേക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ നല്ല ഫ്രണ്ടാണ്, നല്ല ഫാനൊക്കെയാണ്. പക്ഷേ ഈ സിനിമ കണ്ടതിന് ശേഷം, സിനിമയിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം സിനിമയൊക്കെ കണ്ടു നോക്കിയപ്പോൾ ഡൈ ഹാർഡ് ഫാനായി പോയി. അതുപോലെ പീക്ക് ലെവൽ പെർഫോമൻസ് ആണ് DQ കാഴ്ചവെച്ചേക്കുന്നതാണ്. നമുക്ക് അഭിമാനിക്കാം ഒരു മലയാളി എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എല്ലാ ഭാഷകളിലും ഉണ്ട് ഈ സിനിമ എന്നുള്ളതാണ്. തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും മലയാളത്തിലെല്ലാം ഉണ്ട്. എല്ലാ ഭാഷയിലും നമ്മുടെ ഒരു നടൻ അറിയപ്പെടുക, നല്ല വിജയിപ്പിക്കുക, പടങ്ങൾ വിജയിപ്പിക്കുക, അതിന് വലിയൊരു കാര്യമാണ്. അഭിനയിച്ചാൽ മാത്രം പോരാ, അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോഴാണ് അതൊരു റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ ആവുന്നത്. എന്തായാലും നവംബർ 14 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. DQന്റെ കാന്തയ്ക്ക് വേണ്ടി ഒരു ഗംഭീര സിനിമയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.